ഹായ് ബിഹേവിയർ ഫിനാൻസ് ലെക്ചറിലേക്ക് സ്വാഗതം. ഇത് CFA ലെവൽസിലുണ്ട്, L3 തോന്നുന്നു. ഉം, വേറെ ഏത് കോഴ്സിനൊക്കെ ഉള്ളതെന്ന് എനിക്ക് വലിയ എടുത്തൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ഫൺ ടു ലേൺ. നമുക്ക് നോക്കാം ഇതെന്താ സംഭവം. സോ ഈ ക്ലാസ്സിൻ്റെ ഈ സെഷൻ്റെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബിഹേവിയർ ഫിനാൻസ് എന്താണെന്ന് പഠിക്കും. അതുപോലെ തന്നെ ഇത് ട്രഡീഷണൽ മെത്തേഡുകളിൽ നിന്ന് എന്തൊക്കെ തരത്തിലാണ് ഇത് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ അതൊക്കെ മാർക്കറ്റ് ബിഹേവിയർ ഈ ഒരു തിയറീസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ തിയറി വെച്ചിട്ട് എങ്ങനെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാം, അത്തരം കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ ഈ ചാപ്റ്ററിന് ഫ്ലോ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റലുള്ള ഒരു ചെറിയ ഡിഫറൻസുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രഡീഷണൽ ഫിനാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ബിഹേവിയർ ഫിനാൻസൊക്കെ പഠിക്കുന്ന നേരത്തെ എന്ന് പറയുമ്പോൾ എന്തായാലും എഫിഷ്യൻ മാർക്കറ്റ് ഹൈപ്പോത്തസിസും സ്റ്റാൻഡേർഡ് ഫിനാൻസിലെ ബേസ് തിയറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഫണ്ടമെൻ്റലി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ട്രഡീഷണലി നമ്മൾ പഠിച്ച മോഡൽസിൽ, അതായത് ഫിനാൻസ് മോഡൽസിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഹേവിയർ ഫിനാൻസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് നോക്കാം. ഒന്നാമത്തെ തന്നെ നമുക്ക് ട്രഡീഷണൽ ഫിനാൻസിൻ്റെ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ട് തന്നെ നോക്കാം. ട്രഡീഷണൽ ഫിനാൻസിലെ ഡിസിഷൻസ് എങ്ങനെയാണ്? അതായത് ഇറ്റ്സ് എ പെർഫെക്റ്റ് കേസ് സെനാരിയോ. അതായത് അതിൽ പാർട്ടിസിപ്പൻ്റൊക്കെ എല്ലാവരും ഇൻഫോംഡ് ആണ്, എല്ലാവരും ലോജിക്കലി ഡിസിഷൻസ് എടുക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു സെനാരിയോ അല്ല. അതായത് ഓൾമോസ്റ്റ് ഒരു ഉട്ടോപ്പിയൻ കൺസെപ്റ്റ് പ്രകാരം ഉള്ള എന്താ പറയുക ഔട്ട്കംസ് എന്ന് പറയാം. അതായത് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും എന്താ പറയുക അത്രയും നല്ല ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും അത്രയും ഇൻഫോംഡ് ആണ്, ഈ തിയറംസും പ്രാക്ടീസ് ചെയ്യുന്നൊരു എന്താ പറയുക മോഡൽ ചെയ്യാനും അറിയുന്നവരാണ്. പക്ഷേ ആക്ച്വലിക്ക് വന്നിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അതായത് ഇപ്പം നമ്മുടെ ട്രഡീഷണൽ ഫിനാൻസിൻ്റെ എല്ലാ തിയറത്തിൻ്റെ ഏറ്റവും അവസാനം ഇപ്പോൾ കോറ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു റാഷണലായിട്ടായിരിക്കും ആൾക്കാർ പെരുമാറുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ആക്ച്വലി നടക്കുക. ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഇപ്പം ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു സാധാരണ ഇൻവെസ്റ്റർ ആയാലും എല്ലാവരും അവസാനം ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഹ്യൂമൻസിൻ്റെ ഒരു കുറേ എലമെൻറ്റുകൾ അവർക്ക് വരും. അപ്പം മനുഷ്യന്മാരെങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആക്ച്വൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു ആക്ച്വൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം വാരിയബിൾസ് കൂടി അഡോപ്റ്റ് ചെയ്തിട്ട് ക്യാൻ വി മേക്ക് എ മോഡൽ, ആ ഒരു ആസ്പെക്റ്റാണ് ബിഹേവിയർ ഫിനാൻസ് മോഡലിലേക്ക് വരുമ്പോൾ നോക്കുന്നത്. അതായത് ഇവിടെ നേരത്തെ വാരിയബിൾസ് കളക്ട് ചെയ്യുമ്പോൾ എല്ലാതും നോൺ വാരിയബിൾസും അല്ലെങ്കിൽ പെർഫെക്റ്റ് ഓപ്റ്റിമായിട്ടുള്ള വാരിയബിൾസ് ആയിരുന്നു ഇവിടെ തരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ദേ ആർ ട്രൈങ് ടു എന്താ പറയുക നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനും കൂടി എടുത്തിട്ട് ക്യാൻ വി മേക്ക് അസംഷൻസ്. അതായത് ഒരു സൈക്കോളജിക്കൽ എലമെൻ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആൾക്കാരുടെ നമുക്ക് അതിനെ മോഡൽ ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് നോക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അതായത് ഒരെണ്ണം ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക നാട്ടുപുറത്തൊക്കെ പറയില്ലേ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റും ഇവിടെ തന്നെ കുറേ കൂടിയും എന്താ പറയുക ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് ബിഹേവിയർ ഫിനാൻസിലേക്ക് വരുമ്പോൾ. അതായത് എന്താ പറയുക കുറച്ചും കൂടി ഇറാഷണൽ ആയിട്ടുള്ളത്, അതായത് റാഷണൽ എന്നുണ്ടെങ്കിൽ ലോജിക്കലായിട്ടുള്ളത്, ഇത് കുറച്ച് ഇല്ലോജിക്കലായിട്ട് ആൾക്കാരെ എങ്ങനെ പെരുമാറാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു ആസ്പെക്റ്റ് എത്രത്തോളം ഈ മോഡലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെയാണ് ഈ ബിഹേവിയർ ഫിനാൻസിലേക്ക് പോണത്. അപ്പോൾ ഇത് ആക്ച്വലി ഉണ്ടായി വരാനുള്ള റീസണും ഈ ട്രഡീഷണൽ ഫിനാൻസിൻ്റെ ഒരു ലിമിറ്റേഷനായ റാഷണാലിറ്റി വെച്ചിട്ടാണ്. കാരണം പീപ്പിൾ ആർ നെവർ റാഷണൽ. അതായത് ആൾക്കാരെങ്ങനെ പെരുമാറാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എലമെൻറ്റ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ വാരിയബിളിനെ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ചെയ്തിട്ട് ഒരു മോഡൽ ആക്ച്വലായിട്ട് ഉണ്ടാക്കാം ഫോർ ദ റിയൽ വേൾഡ്. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് അവർ ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നുള്ളത്. നമുക്ക് ട്രഡീഷണൽ ഫിനാൻസിൻ്റെയും അതേപോലെ തന്നെ ബിഹേവിയർ ഫിനാൻസിൻ്റെയും പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിലൂടെയും ഐസിലൂടെ നമുക്ക് ഫിനാൻസ് വേൾഡിനെ കാണാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫിനാൻസിൻ്റെ എല്ലാ തിയറിയും സ്റ്റാർട്ട് ചെയ്യുന്നത് റാഷണൽ എക്കണോമിക് മാൻ, അതായത് എല്ലാ ഡിസിഷനും എടുക്കുന്ന ആൾക്കാർ, അതായത് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞൊരു കൂട്ടം എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ റാഷണലായിട്ട് ചിന്തിക്കുകയുള്ളൂ. അതായത്
ലോജിക്കലായിട്ട് 1+1=2 എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക. അതുപോലെ തന്നെ ഒരു റിസ്ക് അവേഴ്സാണ്. റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് റിട്ടേൺസ് ആസ് വെൽ ആസ് ലോസ്. അതായത് എനിക്ക് പ്രോഫിറ്റിനോടും പ്രശ്നമുണ്ട്, അതുപോലെ ഈക്വലി തന്നെ എനിക്ക് ലോസിനോടും പ്രശ്നമുണ്ട്. അങ്ങനെ റിസ്ക് അവേഴ്സ്, അതായത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു കോൺസെപ്റ്റിലാണ് അത് പോകുക. പിന്നെ അതുപോലെ യൂട്ടിലിറ്റി മാക്സിമൈസിങ് എന്നൊരു കോൺസെപ്റ്റും ട്രഡീഷണൽ ഫിനാൻസിൻ്റെ മെയിനുണ്ട്. ഈ ട്രഡീഷണൽ ഫിനാൻസിന് ഇതിൻ്റെ തിയറീസിൽ തന്നെ ട്രഡീഷണൽ ഫിനാൻസ് തിയറി തന്നെയാണ് ഇപ്പം തിയററ്റിക്കൽ ഫിനാൻസിനേക്കാൾ, അല്ലെങ്കിൽ എന്താ പറയുക, അത് തിയററ്റിക്കൽ ഫിനാൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വേറെ തിയറീസൊന്നും നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മോഡിഗിലാനി മില്ലർ ആർബിട്രേജ് പ്രിൻസിപ്പിൾസ്, അതിലെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ മിസ്പ്രൈസിങ് ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മാർക്കോവിച്ചിൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ഇപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാതും ഓപ്ഷൻ തിയറിയും ഓപ്ഷൻ പ്രൈസിങ് തിയറിയാണ്. പക്ഷേ ഇതെല്ലാതും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു മാർക്കറ്റ് എഫിഷ്യൻ്റ് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ തിയറീസ് ഉണ്ടായത്. അതായത് മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്, വട്ട് എവർ ദാറ്റ് മാർക്കറ്റിൽ ഹാപ്പൻ ചെയ്യണത്, എന്താ പറയുക, എല്ലാ ഇൻഫർമേഷനും എന്താ പറയുക, ഒരു മാർക്കറ്റ് ആക്സെപ്റ്റഡ് ആണ്. അതായത് എന്തൊക്കെ ഉണ്ടായോ ആ ഇൻഫർമേഷൻസൊക്കെ മാർക്കറ്റിൽ പാർട്ടിസിപ്പൻ്റ് ആയ എല്ലാവരും ഇൻഫോംഡ് ആണ്. ആ ഇൻഫർമേഷൻ ലോജിക്കലി വെച്ചിട്ടായിരിക്കും ആ ഡിസിഷൻസ് എടുക്കുക. ഇതാണ് ട്രഡീഷണൽ ഫിനാൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ലോജിക്കും. ഈ ഒരു തിയറം വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രാക്ടിക്കലി വരുമ്പോൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ. അവിടെയാണ് ഈ ബിഹേവിയർ ഫിനാൻസിൻ്റെ ഇത് വരുന്നത്. ബിഹേവിയർ ഫിനാൻസ് ആക്ച്വലി എല്ലാതും ഒബ്സർവേഷൻസ് ബേസ് ചെയ്തിട്ടാണ്, വട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. അതായത് ഇപ്പം ലോജിക്കലി നമ്മൾ ആൾ ലെഫ്റ്റിലേക്ക് തിരിയേണ്ടതെന്ന് വിചാരിക്കും, പക്ഷേ എന്നെ ആക്ച്വലി ആൾ റൈറ്റിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് ഇറ്റ് ഡസൻ എന്താ പറയുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നല്ല, അവർ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിഹേവിയർ ഫിനാൻസിൻ്റെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചലഞ്ചസ് ദ റാഷണാലിറ്റി. അതായത് റാഷണാലിറ്റി പ്രിൻസിപ്പിളെ ബേസ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ ഫിനാൻസിൻ്റെ എല്ലാ തിയറീസും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെയിൻ കാര്യമാണ് ബിഹേവിയർ ഫിനാൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. അതന്നെ അതുപോലെ തന്നെ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ട്രഡീഷണൽ ഫിനാൻസിൻ്റെ എല്ലാ കോൺസെപ്റ്റും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ബിഹേവിയർ ഫിനാൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ ലേറ്റർ ഓൺ ഇതിൻ്റെ ഇതിലേക്ക് കൂടുതൽ പോകുമ്പോൾ നമ്മൾ ബിഹേവിയർ ഫിനാൻസിൻ്റെ മൈക്രോ എന്നതിൻ്റെ ഭാഗം നോക്കും. അതുപോലെ തന്നെ ബിഹേവിയർ ഫിനാൻസിൻ്റെ മാക്രോ എന്ന ഭാഗം നോക്കും. ഈ മൈക്രോ എന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ എടുത്താലോചിക്കാം. ഒരു ഇൻഡിവിജ്വലായ ഇൻവെസ്റ്ററെ ആൾക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം ആ ഒരു മൈന്യൂട്ട് ലെവലിലുള്ള ബിഹേവിയേഴ്സ് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതാണ് ബിഹേവിയർ ഫിനാൻസ് മൈക്രോ എന്നുള്ള സെക്ഷനിൽ. പിന്നെ മാക്രോ എന്നുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റ് ലെവലിൽ, അത് ഒരു വേൾഡ് മാർക്കറ്റ് ലെവലിൽ എങ്ങനെയായിരിക്കാം നമ്മുടെ ബിഹേവിയേഴ്സ് അതായത് ഉള്ള ഇത് ബേസിക്കലി എന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിൽ എങ്ങനെ സൈക്കോളജിക്കൽ ബിഹേവ് ചെയ്യുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെ സൈക്കോളജിക്കൽ ബിഹേവ് ചെയ്യുന്നു, ഇത് രണ്ടും ഒരു എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, ഏതൊക്കെ വാല്യൂസ് എടുക്കണം, ആ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങളായിരിക്കും മാക്രോയിൽ ഉദ്ദേശിക്കാം. അപ്പോൾ ഫണ്ടമെൻ്റലി വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു ഐഡിയൽ മാനും ബിഹേവിയർ ഫിനാൻസ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വാട്ട് ആക്ച്വൽ, അതായത് എന്താണ് റിയൽ. ഇവിടെ വരുന്നത് ഒരു ഐഡിയൽ, ഒരു ഉട്ടോപ്യൻ കോൺസെപ്റ്റിലാണ് ട്രഡീഷണൽ ഫിനാൻസിൽ എല്ലാ കാര്യങ്ങളും. അതായത് എല്ലാവരും നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നു, എല്ലാവരും അവർക്ക് ഇത് എന്താ പറയുക നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ് ബിഹേവിയർ ഫിനാൻസിലുള്ള ലോസ് അവേഴ്സാണ് മനുഷ്യന്മാരെന്നതിന്. ലോസ് അവേഴ്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ റിസ്ക് അവേഴ്സ് അല്ല. അതായത് നമുക്കിപ്പോൾ ഒരു നാളെ നമ്മുടെ പോർട്ട്ഫോളിയോ മേ ബി ഒരു 20% ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ, അതായത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മൈ പ്രോബ്ലം ഈസ് വിത്ത് മൈ പോർട്ട്ഫോളിയോ ഗെറ്റിംഗ് ഡൗൺ ബൈ 20%. അതായത് പോർട്ട്ഫോളിയോ താഴേക്ക് പോകുമ്പോഴാണ് എൻ്റെ പ്രശ്നം, ഒരിക്കലും മുകളിലേക്ക് പോകുന്ന പ്രശ്നമില്ല. അതായത് എൻ്റെ പ്രശ്നം എന്താ, ലോസാണ്. പക്ഷേ ഈ ട്രഡീഷണൽ ഫിനാൻസിൽ അവർ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രശ്നം, അതായത് അവരൊരു ട്രഡീഷണൽ ഫിനാൻസിൻ്റെ പല കോൺസെപ്റ്റിലും പ്രകാരമുള്ള റിസ്ക് കവേഴ്സ് എന്ന് പറയാം. റിസ്ക് കവേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഐ ഹാവ് പ്രോബ്ലം വിത്ത് റിട്ടേൺ ആസ് വെൽ ആസ് മൈ പ്രോഫിറ്റ്. അതായത് ലോസും എനിക്ക് പ്രശ്നമാണ്, അതേപോലെ ഈക്വലി എനിക്ക് പ്രോഫിറ്റും പ്രശ്നം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിൽ, അതായത് രണ്ട് ഇടത്തേക്കും ഇപ്പോൾ ലെഫ്റ്റിക്കും റൈറ്റിക്കും എനിക്ക് ഈക്വലി പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ ആക്ച്വലിക്ക് വരുമ്പോൾ എൻ്റെ പ്രശ്നം ലോസ് മാത്രമാണ്. എനിക്കിതിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ബിഹേവിയർ ഫിനാൻസ്
ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവായ കാര്യങ്ങൾ കുറേ കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. നമുക്കിത് പതിയെ നോക്കാം, ഇത് എവിടേക്കാണ് ഇനി ഇതിൻ്റെ ഒരു ചേഞ്ച് ചെയ്ത് പോണത്, കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം ട്രഡീഷണൽ ഫിനാൻസ് ഓൾറെഡി നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആവണം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വ്യത്യസ്തമായിട്ട് ആക്ച്വലി ബിഹേവിയർ ഫിനാൻസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് നോക്കാം. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ട്രഡീഷണൽ ഫിനാൻസ് പെർസ്പെക്റ്റീവ്, ഇൻഡിവിജ്വൽ ബിഹേവിയർ. ട്രഡീഷണൽ ഫിനാൻസിൽ പെർസ്പെക്റ്റീവിൽ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അതിൽ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് തന്നെ റാഷണൽ ഇൻവെസ്റ്റേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം റാഷണലായിട്ടാണ് കാണുന്നത്. അതിന് മുമ്പ് പഠിച്ച ബേസ് തിയറൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി റിവൈസ് ദാറ്റ് ഡിസിഷൻ വിത്ത് ബേസ് ഫോർമുല. അതായത് യൂട്ടിലിറ്റി തിയറി വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക. ആ യൂട്ടിലിറ്റി ഡിസിഷൻ എടുത്ത നിന്ന് പുതിയ ഇൻഫർമേഷൻസ് വരുമ്പോൾ വി ഇംപ്രൂവ്. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. അതായത് യൂട്ടിലിറ്റി തിയറി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഇൻവെസ്റ്റേഴ്സ് മാക്സിമൈസ് യൂട്ടിലിറ്റി ഓർ ഹാപ്പിനെസ്. അതാണ് അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂട്ടിലിറ്റി തിയറിയുടെ കുറച്ച് ആക്സിയംസ് ഉണ്ടല്ലോ, നമ്മൾ എന്ന് പറയുന്നത് ഈ ആക്സിയംസ് എന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് സെൽഫ് എവിഡൻറ്റ് ട്രൂത്ത് എന്നൊക്കെ പറയാം. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി തിയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൽ കുറച്ച് 4 ആക്സിയംസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. കംപ്ലീറ്റ്നെസ്, ട്രാൻസിറ്റിവിറ്റി, ദെൻ ഇൻഡിപെൻഡൻസ്, കണ്ടിന്യൂറ്റി. ഇതൊക്കെ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ടച്ച് ചെയ്ത് പോവാം. അതിൽ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഒബ്ജക്റ്റ് ഉണ്ട്. 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ 2 ഒബ്ജക്റ്റിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി അവെയറാണ്. അതായത് ഡു ഐ നീഡ് എ, ഡു ഐ നീഡ് ബി, ഓർ ഇത് രണ്ടും വേണ്ടേ, ആ ഒരു അവസ്ഥകൾ. അതിനിടയിൽ ഇടയ്ക്കിട്ട് എ, ഇടയ്ക്കിട്ട് ബി, അല്ലെങ്കിൽ ഇടയ്ക്കിട്ട് ഇത് രണ്ടും വേണ്ട, അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. ഐദർ ഐ വാണ്ട് എ ഓർ ബി, ഓർ ഐ ഡോണ്ട് വാണ്ട് എ ഓർ ബി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കംപ്ലീറ്റ്നെസ് വരുന്നത്. എൻ്റെ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാതും ഒരു പോയിന്റിലേക്കുള്ളതാണ്. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ അടുത്ത പോയിന്റ് ഇടയ്ക്കിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലോ. വൺസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഐദർ എ ഓർ ബി, അല്ലെങ്കിൽ ഇത് രണ്ടിനോടും ഇല്ലാത്തൊരു അവസ്ഥ. ഇനി ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കൊടുത്ത മാതിരി ഇപ്പം 3 ആൾക്കാരുണ്ട്. അതായത് ഒരു രമേഷ്, സുരേഷ്, ഒരു കുമാർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ രമേഷിനേക്കാളും ബെറ്ററാണ് സുരേഷിനേക്കാളും ബെറ്ററാണ് കുമാർ. അപ്പം നമ്മളെപ്പോഴും ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈ ട്രാൻസിറ്റിവിറ്റി തിയറി പ്രകാരം പറയാം, രമേഷിനേക്കാളും ബെറ്ററാണ് കുമാർ. അതായത് ഇവിടെ നോക്കുക, അതായത് ഇയാളെക്കാളും ബെറ്ററാണ് ഇയാളെക്കാളും ബെറ്ററാണ് ഇയാൾ, അതുകൊണ്ട് ഒബ്വിയസ്ലി ഇയാളേക്കാൾ ബെറ്റർ ആയിരിക്കും ഇയാൾ. അതാണ് ട്രാൻസിറ്റിവിറ്റി പ്രിൻസിപ്പിൾസിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിയം. ഒരു ഈ യൂട്ടിലിറ്റി തിയറിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത് എന്തോ കോൺസെപ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. ഇനി ഇതിൽ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 2 ഒബ്ജക്റ്റ് നോക്കാം. ചിക്കനും മേ ബി ബീസ് ആയതുകൊണ്ട് ഹണി എന്ന് പറയാം. അപ്പോൾ ചിക്കനാണോ ഹണിയാണോ ബെറ്റർ? അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ചിക്കനാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തു, ചിക്കൻ ഈസ് ബെറ്റർ ദാൻ ഹണി. ഇനി വേറൊരു ഐറ്റം കൂടി എനിക്ക് കിട്ടണം, മേ ബി മയോണൈസ് എന്ന് വയ്ക്കാം. മയോണൈസ് കിട്ടി. ഇപ്പോൾ ചിക്കനും മയോണൈസും ഉണ്ട്, ഹണി മയോണൈസ് ഉണ്ട്. ദെൻ എൻ്റെ പ്രിഫറൻസ് എപ്പോഴും ചിക്കനും മയോണൈസ് ആയിരിക്കും റാദർ ദാൻ ഹണി മയോണൈസ് തന്നെ. അതിനൊരു പ്രൈമറി റീസൺ എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഈസ് ബെറ്റർ ദാൻ ഹണി. ആ ഒരു രീതിയിൽ, അതായത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇതിൽ കൂടെ രണ്ടാമതൊരു കാര്യം വരാണ്. ആ കാര്യം വരുമ്പോഴും മുമ്പത്തെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഡിസിഷനും. പ്രൊവൈഡഡ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന 2 കാര്യങ്ങളും രണ്ടിടത്തും നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കും എന്നുള്ളത്. ഇതൊരു ഇക്വേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ എ ബെറ്റർ ദാൻ ബി, ദെൻ നമ്മൾ എയിൽ കൂടെ ഒരു X% ആഡ് ചെയ്യുന്നു, ബിയിൽ കൂടെ X% ആഡ് ചെയ്യുന്നു, ദെൻ സ്റ്റിൽ വി വിൽ പ്രിഫർ എ ആഡഡ് ബൈ X%, ബിക്കോസ് എ ഈസ് ഓൾറെഡി ബെറ്റർ ദാൻ ബി. അതുകൊണ്ട് ഇനി കണ്ടിന്യൂറ്റി എന്ന് പറയുന്നൊരു ആക്സിയം നോക്കാം. കണ്ടിന്യൂറ്റി ആക്സിയം പറയണത് എപ്പോഴും നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ആൾ ഗ്യാമ്പിൾ ചെയ്യുന്നത് എപ്പോഴും ബെസ്റ്റ് ഔട്ട്കമ്മിനായിരിക്കുന്നതാണ് ഈ തിയറി പറയുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം, അതിനിടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ഔട്ട്കമ്മിനായിരിക്കില്ല ആൾ പ്രിഫർ ചെയ്യുക. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു 100 രൂപ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല.
നേരെ മറിച്ച് അവർ വേറൊരു ചോയ്സും കൂടി നമുക്ക് 50 രൂപ കിട്ടും. പക്ഷെ നമ്മളിവിടെ പ്രിഫർ ചെയ്യേണ്ടത് ഈ കണ്ടിന്യൂറ്റി തിയറി പ്രകാരം പ്രിഫർ ചെയ്യേണ്ടത് 100 രൂപയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമുക്ക് ഒന്നും കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഭയങ്കര മൈന്യൂട്ടായിരിക്കും. അത് വേണമെങ്കിൽ നമ്മൾ പോസോൺ പ്രോബിലിറ്റിയിലൊക്കെ പറയില്ലേ, ഏറ്റവും മൈന്യൂട്ട് പ്രോബിലിറ്റി ആയിരിക്കും. അപ്പോൾ മേ ബി ഒരു സെൻറ്ററിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് എന്നൊക്കെ പറയാം, മുമ്പ് പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസൊക്കെ ആ രീതിയിൽ. അതായത് പ്രൊവൈഡഡ് നമ്മളെപ്പോഴും ഒരു ചോയ്സ് എടുക്കുമ്പോൾ ഗ്യാമ്പിൾ ചെയ്യേണ്ടത് ഇറ്റ്സ് ഫോർ ദ ബെസ്റ്റ് ഔട്ട്കം. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ്, ഈ കണ്ടിന്യൂറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മുടെ ഇത് വരയ്ക്കണത്, കോൺവെക്സിൻ്റെ കർവൊക്കെ വരയ്ക്കണത്. നമ്മൾ കണ്ടിന്യൂറ്റി തിയറത്തിൽ കണ്ടിന്യൂറ്റി ആക്സിയത്തിൽ പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം.